നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒക്ടോബർ 1 വയോജന ദിനം. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാഘോഷ പരിപാടികൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് UDF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. പയ്യന്നൂർ ഇനി വിശപ്പില്ലാത്ത നഗരം. വിശപ്പ് രഹിത പദ്ധതി പ്രവൃത്തി പഥത്തിൽ. ATM കവർച്ച പതിവാകുമ്പോഴും മിക്ക ATMകൾക്കും വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട് അധികൃതർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കണ്ണൂർ ജില്ലാ യുവജന റാലിയും സംഗമവും പയ്യന്നൂരിൽ നടന്നു. വാർത്തകൾ വിശദമായി. ഒക്ടോബർ 1 വീണ്ടും ഒരു വയോജന ദിനം കൂടി. അരനൂറ്റാണ്ടുകൊണ്ട് 1.5 കോടി വയോജനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. വാർദ്ധക്യം വേർപിരിയലിൻ്റെതാവുകയാണ്. ഏകാന്തതയോടൊപ്പം വാർദ്ധക്യം പലർക്കും സമ്മാനിക്കുന്നത് ദുരിതപൂർണമായ ജീവിതമാണ്. അനാഥത്വത്തിന്റെ സങ്കടക്കടലിൽ ഉഴലുന്നവർ, നൊന്തു പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ വയസ്സാകുമ്പോൾ പുണ്യം പഴങ്കതിയാകുന്നു. ഹൃദയത്തിൽ നിന്ന് എത്ര സ്നേഹം കൊടുത്തിട്ടും മതിവരാതെ നെഞ്ചോട് ചേർത്ത് വാത്സല്യമൊക്കെ പകർന്നു നൽകിയ അച്ഛനും അമ്മയും വയസ്സാകുമ്പോൾ കനിവോടെ ഒരു നോട്ടം പോലും നൽകാൻ മടിക്കുന്ന മക്കളുടെ കാലമാണിത്. ഇനി എങ്ങോട്ടും പോവാൻ വയ്യെന്ന് മനസ്സ് പറയുമ്പോഴും നിർബന്ധപൂർവം പറിച്ചെറിയപ്പെടുന്നു. മക്കൾ അവർക്ക് നൽകുന്ന പ്രതിഫലമാണ് വൃദ്ധസദനം. വൃദ്ധസദനങ്ങളിൽ ഓർമ്മകൾ പങ്കുവെച്ച് കഴിയുകയാണ് മാടായി വൃദ്ധസദനത്തിലെ ഒരു കൂട്ടം അച്ഛനമ്മമാർ. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, നിന്നെ അണിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു, നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു. പുതിയ കാലത്തിന്റെ വേഗം സത്യം തന്നെ. അതിൽപ്പെട്ടുഴലുമ്പോൾ കളയാതിരിക്കുക അച്ഛനമ്മമാരെ. അവർ ഉള്ളിൽ പകർന്നു നൽകിയ വാത്സല്യമാണ് നാവിൽ സ്വരമായും ചിരിയായും കണ്ണിൽ നനവായും വരുന്നതെന്നറിയുക. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ പിലാത്തറയുടെ വിവിധ ഭാഗങ്ങളിൽ വയോജന ദിനാഘോഷം നടന്നു. പിലാത്തറ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ 350ഓളം വയോജനങ്ങളെയാണ് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചത്. മുൻ MLA CKP പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 3,31,00,000 കേരളത്തിലെ ജനങ്ങളുള്ളപ്പോൾ 70 ലക്ഷം പേരും കേരളത്തിന് വെളിയിലാണെന്നാണ്. അതാ കേരളത്തിന്റെ പ്രത്യേകത. അതായത് കേരളത്തിന് വെളിയിലേക്ക് ഒരു കുടുംബത്തിന് 1 വീതം ആളുകൾ ഇന്ന് കേരളത്തിന് വെളിയിലാണ്. അവർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്, അയൽ രാജ്യങ്ങളിലുണ്ട്. ഇതാണ് വയോജനങ്ങളെ ആദരിക്കലും ഉദ്ഘാടകൻ നിർവഹിച്ചു. തുടർന്ന് വയോജനങ്ങൾക്കുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിന് കുഞ്ഞിമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കവിത നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഗിണി P, M ജനാർദ്ദനൻ മാസ്റ്റർ, P ശശി എന്നിവർ സംസാരിച്ചു. ചെറുതാഴം സെന്റർ അംഗൻവാടിയിൽ ഒക്ടോബർ 1 വയോജന ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. വളരുന്ന കേരളം വളർത്തിയവർക്ക് ആദരം എന്ന പദ്ധതിയുടെ ഭാഗമായി 30ഓളം വയോജനങ്ങളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും നമ്മുടെ ജില്ലാ പഞ്ചായത്തും വയോജന സൗഹൃദ പഞ്ചായത്തുകളാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇപ്പം ജില്ലാ പഞ്ചായത്ത് ഇനിയാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വയോജന സൗഹൃദ ജില്ല ആക്കി മാറ്റി. പരിപാടിയിൽ ICDS പ്രൊജക്ട് ഓഫീസർ രേണുക ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർ P മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. ശോഭന MK, പ്രജ്ന PV, വത്സല PV തുടങ്ങിയവർ സംസാരിച്ചു. ഓർന്നടത്തുചാല അംഗൻവാടിയുടെ നേതൃത്വത്തിൽ വയോജന ദിനം ആചരിച്ചു. 10ഓളം വയോജനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം K വനജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അംഗൻവാടി വർക്കർ PV സാവിത്രി,
വി സഹജ എന്നിവർ സംസാരിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്, പുറച്ചേരി അംഗൻവാടി, വയോജന ക്ലബ്ബ് പുറച്ചേരി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന ദിനത്തിൻ്റെ ഭാഗമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുറച്ചേരി ഗവൺമെൻറ് UP സ്കൂളിൽ നടന്ന ക്യാമ്പ് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് K. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. M. ദാമോദരൻ, CK ശോഭ, IV അബ്ദുള്ള ഫീല, P. ശ്യാമള, വിതരമന വിഷ്ണു നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ സതീശൻ നേതൃത്വം നൽകി. പിലാത്തറ അംഗൻവാടിയിൽ വയോജന ദിനം ആഘോഷിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രഭാവതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജ് സൈക്കോളജിസ്റ്റ് വയോജനങ്ങൾക്ക് ക്ലാസ് എടുത്തു. ചടങ്ങിൽ വെച്ച് 70 വയസ്സ് തികഞ്ഞ വയോജനങ്ങളെ ആദരിച്ചു. വാർഡ് മെമ്പർ K. വനജ അധ്യക്ഷത വഹിച്ചു. ജയരത്നം PV, മുള്ളിക്കോടൻ ഗോപാലൻ, മുത്തുരാജ്, TV അജിത തുടങ്ങിയവർ സംസാരിച്ചു. ചുമട് താങ്ങി ചെറുതാഴം പഞ്ചായത്ത് അംഗൻവാടിയിൽ വയോജന ദിനം വിപുലമായി ആഘോഷിച്ചു. വയോജന പരിപാലനവും ആയുർവേദവും എന്ന വിഷയത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് ഡോക്ടർ PM മധു ക്ലാസ് എടുത്തു. ചടങ്ങിൽ വാർഡ് മെമ്പർ K. ജനാർദ്ദനൻ അധ്യക്ഷനായി. അംബാലിക തമ്പുരാട്ടി, K. മണി, KV ദാമോദരൻ, മാടക്ക ശാന്ത തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് ആയുർവേദ ചികിത്സാരീതികളെക്കുറിച്ചുള്ള സൗജന്യ പുസ്തക വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നഗരസഭ 23-ാം വാർഡ് കേന്ദ്രീകരിച്ച് വയോജന ദിനാചരണവും ക്ലബ്ബ് രൂപീകരണവും പുഞ്ചക്കാട് YMR ഗ്രൗണ്ടിൽ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അച്ഛനായിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്കൊരു കുട്ടിയാകണം എന്നാണ്. രണ്ട് രീതിയിലുള്ള മനസ്സാണ് നമുക്കുണ്ടാവുക. അതുകൊണ്ടാണ് കുട്ടികളും പ്രായമുള്ളവരും ഒരുപോലെയാണെന്നാ പറയാം. നഗരസഭ വാർഡ് കൗൺസിലർ M. പ്രദീപൻ അധ്യക്ഷനായി. JHI മധു ആരോഗ്യ ക്ലാസ് എടുത്തു. ഷീബ, ബൈജു, ക്രിസ്റ്റീന, ലതാലക്ഷ്മണൻ, മഹേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ 100ഓളം വയോധികരെ ഷാളണിയിച്ച് ആദരിച്ചു. ലോക വയോജന ദിനത്തിന്റെ ഭാഗമായി ഉദിനൂർ തെക്കുംപുറം മാതൃകാ അംഗൻവാടിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളെ ആദരിച്ചു. ഈ വയോജനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകരുത്. അവരും ഈ പ്രായമായി ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞു ആരും നോക്കാനില്ല, ഇങ്ങോട്ട് കഴിയുന്നില്ല, കൊണ്ടുവരാൻ കള്ളന്നൊക്കെ രാവിലാതി വേവലാതിയൊക്കെ പറഞ്ഞു. ഉദിനൂർ തൈക്കടപ്പുറം അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ ഇന്ദിരാ സിസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വയോജനങ്ങളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. KP പാറു, റുഖിയ, കോരൻ കോമരം, ജാനകി, കുഞ്ഞമ്പു, ചെമ്മരത്തി, റാബിയ, ലക്ഷ്മി, കല്യാണക്കുട്ടി തുടങ്ങി 20ഓളം വയോജനങ്ങളെയാണ് പൊന്നാടി അണിയിച്ച് ആദരിച്ചത്. ആദരവ് ഏറ്റുവാങ്ങിയ ഫോക്ലോർ അവാർഡ് ജേതാവ് KP ലക്ഷ്മിയമ്മ കണ്ണേറുപാട്ട് അവതരിപ്പിച്ചു. പരമപുരുഷനു വന്ന തിരുവിനി പർവ്വതിനായി പാർത്ഥസാരഥി പരമരുളതിനിത ഗുരുപാദനിനമനമേ. N. മൊയ്തീൻ, AG ഖമറുദ്ദീൻ, റമീസ് M, വത്സല, കുഞ്ഞമ്പു തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുതിയങ്ങാടി ഗ്രാമപഞ്ചായത്ത് വയോജന ദിനാഘോഷം മാടായി നിർമ്മലാലയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള വയോജന മന്ദിരങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ട് എല്ലാ മക്കളും അവരുടെ മാതാപിതാക്കളെ അവർ തന്നെ അവരുടെ സംരക്ഷണത്തിൽ തന്നെ കഴിയുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് നമുക്കറിയാം കൂണുപോലെ മുളച്ചു പൊങ്ങുകയാണ് ഇത്തരം സാധനങ്ങൾ. വയോജനത്തിന്റെ ഭാഗമായി മാടായി നിർമ്മലാലയത്തിൽ വയോജനങ്ങളെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ജയ, ചിത്ര, സുബാല, നിർമ്മല, ശാശ്വത എന്നിവർ സംബന്ധിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കർഷക സംഘം പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സംസ്ഥാന കമ്മിറ്റി അംഗം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വത്തിന് ലഭിച്ച മേൽക്കൈ, ആ മേൽക്കൈയെ അടിസ്ഥാനപ്പെടുത്തി അത് എല്ലാ മേഖലയിലും കൂടുതലായി പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത.
സ്വാഭാവികമായി മുതലാളിത്തത്തിൻ്റെ ഒരു സ്വഭാവം, അതിന് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചില സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. പി ഭാസ്കരൻ മാസ്റ്റർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PM വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി. വി കുഞ്ഞികൃഷ്ണൻ അനുശോചന പ്രമേയവും PV കരുണാകരൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. പുല്ലായിക്കോട് ചന്ദ്രൻ, KP ഗോവിന്ദൻ, T നാരായണൻ, KP ഗോപാലൻ, P ശശിധരൻ എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു. KK കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൃക്കരിപ്പൂർ തങ്കേമുക്ക് കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ UDF നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ അണിചേർന്നു. കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകൾ തുടർന്നു വരുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മാർച്ചിലുടനീളം മുഴങ്ങി. വനിതകളടക്കമുള്ള നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കുചേർന്നു. ബസ് സ്റ്റാൻഡ് ചുറ്റിയ പ്രകടനം വെള്ളാപ്പ് റോഡ് വഴി നീങ്ങി തിരിച്ച് സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിലെത്തിയതോടെ ധർണ ആരംഭിച്ചു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 25,000 ഉണ്ടായിരുന്ന ഫീസ് ഒരൊറ്റയടിക്ക് വർദ്ധിപ്പിച്ചു. 2.5 ലക്ഷം 2.5 ലക്ഷമായി വർദ്ധിപ്പിച്ചു. അതായത് വളരെ അശാസ്ത്രീയമായ രൂപത്തിലുള്ള വർധനവാണ് ഫീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുള്ളത്. NRI സീറ്റ് വർധനവ് വഴി യൂത്ത് കോൺഗ്രസിന്റെ സമരപ്പന്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് അതിക്രമം കാണിച്ചപ്പോൾ അതിനെതിരായി UDF നടത്തുന്ന സമരവേദിയിൽ CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ എത്തിയത് സമരവിഷയത്തിൽ അദ്ദേഹത്തിനുള്ള പിന്തുണയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ജനവിരുദ്ധ നയങ്ങളാണ് LDF സർക്കാർ സ്വീകരിച്ചു വരുന്നത്. മാസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ ഭരണത്തിൽ ക്ലച്ച് പിടിക്കുന്നില്ല. സ്വാശ്രയ ഫീസ് പ്രശ്നത്തിലും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ച UDF മദ്യനയം അട്ടിമറിക്കുന്നതിലും LDF സ്വീകരിച്ച നിലപാട് നിഷേധാത്മകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കരിമ്പിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, PK ഫൈസൽ, ഘടകകക്ഷി നേതാക്കളായ K കരുണാകരൻ മേസ്ത്രി, സുഭാഷ് ചീമേനി, P കുഞ്ഞിക്കണ്ണൻ, M രാധാകൃഷ്ണൻ നായർ, AC ജോസ്, VKP ഹമീദ് അലി, VK ബാവ, TV ബാലകൃഷ്ണൻ, KP പ്രകാശൻ, K ശ്രീധരൻ മാസ്റ്റർ, PV മുഹമ്മദ് അസ്ലം, T കോരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂരിന് വിശപ്പില്ലാത്ത നഗരം, വിശപ്പുരഹിത നഗരം പദ്ധതിക്ക് തുടക്കമായി. തിരഞ്ഞെടുത്ത ഹോട്ടലുകളിൽ നിന്നാണ് കൂപ്പൺ വിതരണം ചെയ്യുന്നത്. ഇനി മുതൽ പയ്യന്നൂരിൽ ആർക്കും പണമില്ലാത്തതിന്റെ പേരിൽ വിശന്നിരിക്കേണ്ടി വരില്ല. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭ നടപ്പാക്കുന്ന വിശപ്പുരഹിത പദ്ധതിക്ക് ഒക്ടോബർ 1 തുടക്കമായി. പയ്യന്നൂർ നഗരത്തിൽ ബോംബെ ഹോട്ടൽ, നഗരസഭാ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ ഹോട്ടൽ, പെരുമ്പയിലെ കൈരളി ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്ന് പണമില്ലാത്തവർക്ക് കൂപ്പണുമായി എത്തി ഉച്ചഭക്ഷണം കഴിക്കാം. നഗരത്തിൽ ആരും വിശന്നിരിക്കരുത് എന്ന മഹത്തായ ആശയം പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് നഗരസഭ. കഴിഞ്ഞ തിരുവോണ ദിവസം വിശന്നു കഴിഞ്ഞിരുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയായിരുന്നു പദ്ധതിയുടെ തുടക്കം. ചേംബർ ഓഫ് കൊമേഴ്സ് ഓഫീസിൽ നിന്നും നഗരസഭ ഓഫീസിൽ നിന്നും ഭക്ഷണത്തിനായുള്ള കൂപ്പണുകൾ ലഭിക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് പദ്ധതി ഇപ്പോൾ നടപ്പാക്കുന്നത്. പണമില്ലാത്തത് കൊണ്ട് വിശന്നിട്ട് പയ്യന്നൂരിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി പാടില്ല. അതാണ് ഈ പദ്ധതി കൊണ്ട് നഗരസഭ ഉദ്ദേശിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ഇതിൻ്റെ കൂപ്പൺ വിതരണം ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂപ്പണുമായി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള 3 ഹോട്ടലുകളിൽ ചെല്ലുന്ന ആർക്കും സൗജന്യമായി ഉച്ചഭക്ഷണം ലഭിക്കും. ആദ്യഘട്ടത്തിൽ ഈ നിലയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് കൂപ്പൺ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഹോട്ടലുകളിലേക്ക് അടുത്ത ഘട്ടത്തിൽ ഈ പദ്ധതി വ്യാപിപ്പിക്കും. വലിയ പ്രതികരണമാണ് പയ്യന്നൂരിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ പദ്ധതിക്ക് ഉണ്ടായിരിക്കുന്നത്. ആവശ്യമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ഹോട്ടലുകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കാൻ നഗരസഭ ആലോചിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഉച്ചഭക്ഷണം എന്ന നിലയിൽ ആരംഭിക്കുകയും ആവശ്യമെങ്കിൽ മറ്റ് സമയങ്ങളിലും ഭക്ഷണം ഏർപ്പെടുത്തുന്ന രീതിയും നഗരസഭ ആലോചിക്കുന്നു. ആദ്യഘട്ടത്തിലെ 1 വർഷത്തെ ചെലവാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കണ്ണൂർ ജില്ലാ യുവജന റാലിയും സംഗമവും പയ്യന്നൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.
ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യാമേച്ചേരി മാർച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തു. നിരവധി യുവജനങ്ങൾ അണിനിരന്ന മാർച്ച് ഗാന്ധി പാർക്കിൽ സമാപിച്ചു. തുടർന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ KU വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വൻകിടക്കാർക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയാണ്, ചെറുകിടക്കാരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം വരുന്ന GST, ഈ GST പണ്ടില്ലായിരുന്നു. എനിക്കറിയാം, ഞാൻ കച്ചവടം ചെയ്ത കാലത്ത് CST എന്ന് പറയുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോഴത്തെ GST. അന്ന് 10% ടാക്സ്, 10%. സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് രേഖ കാട്ടിയാൽ 5%. അതിപ്പോ കുറഞ്ഞ 5, 4, 3, 2 2 തുടങ്ങിയിരിക്കുന്നു. ജില്ലയിലെ മികച്ച യുവ വ്യാപാരിക്കുള്ള അവാർഡിന് അർഹനായ മുഹമ്മദ് ഹാഷിഖ് അബ്ദുള്ള ഹമീദിനുള്ള യൂത്ത് ഐക്കൺ അവാർഡിന്റെ വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. K അഹമ്മദ് ഷരീഫ്, KV അബ്ദുൾ ഹമീദ്, K സേതുമാധവൻ, ജോർജിൻ T ജോയ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പുനത്തിൽ ബാഷിദ്, ജോസ് ഇടപ്പറമ്പിൽ, MP തിലകൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. KS റിയാസ് സ്വാഗതവും VP സുമിത്രൻ നന്ദിയും പറഞ്ഞു. രണ്ടാം ദിനമായ ഞായറാഴ്ച കാനായി യമുനാതീരം റിസോർട്ടിൽ നടക്കുന്ന നേതൃത്വ പരിശീലന ക്യാമ്പ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PAM ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും. സംഘടനയും വ്യാപാരികളും എന്ന വിഷയത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് തയ്യിൽ ക്ലാസ് എടുക്കും. കേരള കർഷക സംഘം മാടായി ഏരിയ സമ്മേളനം കുളപ്പുറം വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം 25ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മാടായി ഏരിയ സമ്മേളനം കുളപ്പുറത്ത് നടന്നു. സമ്മേളനം കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതം തൊഴിൽ ചുരുക്കമാണ്, അഥവാ തൊഴിലില്ലായ്മയാണ്, അല്ലെങ്കിൽ തൊഴിൽ സാധ്യത വളർത്താൻ പുറകോട്ട് പോകാൻ. അത് ലോകത്തിലെ വികസിത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കണക്കാക്കിയിരിക്കുന്നത് ആ രാജ്യങ്ങളിലെ തൊഴിലില്ലായ്മ നിരക്ക് 8.4%. ഇത് സമീപകാലത്തെ റെക്കോർഡ് വളർച്ചയാണ്. P കുഞ്ഞിക്കണ്ണൻ സ്വാഗതം ആശംസിച്ചു. CV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. പ്രകാശൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ടും V രമേശൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് വ്യത്യസ്ത കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന 4 കൃഷിക്കാരെ ആദരിച്ചു. കമല ശ്രീധരൻ, P ശശിധരൻ, KP ബാലൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ക്ലാസ് മുറികൾ സ്മാർട്ടാവുകയാണ്. ഗുരുമുഖത്തു നിന്നും അറിവുകൾ പകർന്ന കാലത്തു നിന്നും ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ കാലത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. അധ്യാപകൻ മഹാമേരുവിനെ പോലെ നിന്ന കാലത്തോട് നാം പതിയെ വിടചൊല്ലുകയാണ്. എല്ലാം അറിയുന്ന അധ്യാപകൻ പുതിയ കാലത്ത് വെല്ലുവിളി നേരിടുകയാണ്. കാലം അത്രമേൽ മാറുകയാണ്. വിവരസാങ്കേതിക വിദ്യകളുടെ കുത്തൊഴുക്ക് ക്ലാസ് മുറികളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ക്ലാസ് മുറികളൊക്കെ പതിയെ സ്മാർട്ടാവുകയാണ്. പുതിയ ഉപകരണങ്ങൾ ക്ലാസ് മുറികൾ കീഴടക്കുകയാണ്. അധ്യാപകർ ഇവിടെ വെറും ടെക്നീഷ്യന്മാരാണ്. പാഠഭാഗങ്ങൾ ഇത്തരം ഉപകരണങ്ങളുടെ സഹായത്തോടെ കുട്ടികളിലേക്ക് എത്തുന്നു. നമ്മുടെ ഒട്ടുമിക്ക സർക്കാർ വിദ്യാലയങ്ങളിലും ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്തിനനുസരിച്ച് പരിവർത്തനം ചെയ്യപ്പെടുന്നതും പൊതുവിദ്യാലയങ്ങൾ തന്നെ. അറിവുകളുടെ നിറകുടമായിരുന്ന അധ്യാപകർ കാലത്തിന് വഴിമാറിക്കൊടുക്കുകയാണ്. കുട്ടികൾ ഉപകരണങ്ങളുടെ സഹായത്തോടെ പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇവിടെ ഇല്ലാതായി പോകുന്നത് വൈകാരിക ബന്ധമാണോ എന്നും സംശയങ്ങൾ ഉയരുന്നു. ഏതായാലും കാലമാറ്റത്തിൽ ഇപ്പോൾ വ്യവച്ഛേദിക്കുന്ന തരത്തിലുള്ള അധ്യാപകർ ഇല്ലാതായി പോയാലും നാം അതിശയിക്കേണ്ടതില്ല. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ നിയോജകമണ്ഡലം പ്രൈമറി വിദ്യാഭ്യാസ ശില്പശാല ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വരുമ്പോൾ പൊതുവിദ്യാലയങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ എന്തെല്ലാം, പ്രശ്നങ്ങൾ എന്തെല്ലാം, പ്രത്യേകിച്ച് അതിൽ തുടക്കം ഇടേണ്ടത് പ്രൈമറി തലത്തിലാണ്. അപ്പോൾ പ്രൈമറി തലത്തിൽ നമ്മുടെ ഈ ഉപജില്ലയിലുള്ള വിഷയങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്തു. എങ്ങനെ നമുക്കതിൽ ഇടപെടാൻ വേണ്ടി സാധിക്കും എന്നതാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ വിജയകരമായി നടത്തിവരുന്ന ഇൻസൈറ്റ് എന്ന വിദ്യാഭ്യാസ പരിപാടിയുടെ തുടർച്ചയായാണ്
പ്രൈമറി വിദ്യാഭ്യാസ ശില്പശാല സംഘടിപ്പിച്ചത്. പൊതുസമൂഹവും സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ ഇടപെടണമെന്ന വിഷയം സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനും ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നതിനുമായി ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ, രക്ഷകർത്താക്കൾ എന്നിവർക്ക് ഒത്തുകൂടുന്നതിനായാണ് ശില്പശാല ഒരുക്കിയത്. ചടങ്ങിൽ ലോഗോ പ്രകാശനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി രാഘവൻ, കെ എം സോമരാജൻ, പി രാമദാസ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കൂളിയത്ത് ഉൾപ്പെടെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റുദ്യോഗസ്ഥരും ശില്പശാലയിൽ പങ്കെടുത്തു. ATM കവർച്ച പതിവാകുമ്പോഴും മിക്ക ATMകൾക്കും വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെടുകയാണ്. കരിവെള്ളൂരിലും ചീമേനിയിലും ഉൾപ്പെടെ വിജനമായ ഇടങ്ങളിലാണ് മിക്ക സ്ഥലങ്ങളിലും ATM പ്രവർത്തിക്കുന്നത്. മിക്ക ATMകളും കവർച്ചയ്ക്കനുകൂലമായ സാഹചര്യമാണ് ഒരുക്കിക്കൊടുക്കുന്നത്. ATM കവർച്ച നിത്യസംഭവമായിട്ടും ബാങ്കുകളും സൈബർ സെല്ലും വേണ്ടത്ര മുൻകരുതലുകളൊന്നും എടുക്കുന്നുമില്ല. സുരക്ഷയില്ലാതെയാണ് മിക്ക ATMകളും പ്രവർത്തിച്ചു വരുന്നത്. ATM വന്ന കാലത്ത് സായുധ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലുണ്ടായിരുന്നു ഇതിന്. പിന്നീടത് സാധാരണ ഗാർഡുകളിലേക്ക് മാറി. ഗാർഡുകളെ ഒഴിവാക്കി ഗേറ്റ് ലോക്കിംഗ് സംവിധാനവും താമസിയാതെ വന്നു. പിന്നീട് ഇതും നിലച്ചു. ഒരിക്കൽ ഗേറ്റ് ലോക്കർ കേടുവന്നാൽ നന്നാക്കാറുമില്ല. ഇപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറാമെന്ന സ്ഥിതിയാണ്. 12 ജീവനക്കാരുടെ ജോലിയാണ് ഒരു ATM പ്രതിദിനം ചെയ്യുന്നുവെന്നാണ് കണക്ക്. ATM സെന്ററുകളിലെ പ്രധാന സുരക്ഷാ ഉപകരണമാണ് അലാറം. കറണ്ടില്ലെങ്കിൽ ഇത് പ്രവർത്തിക്കുകയുമില്ല. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ വെറുതെ ഒച്ചവെക്കും. നിരീക്ഷണ ക്യാമറകൾ ബാങ്ക് അധികൃതർ വല്ല കുറ്റകൃത്യങ്ങളും നടന്നാലേ പരിശോധിക്കുകയുമുള്ളൂ. ലാഭം മാത്രം ലക്ഷ്യമിടുന്ന ബാങ്ക് അധികൃതർ പണപ്പെട്ടിയുടെ സുരക്ഷയിൽ യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നില്ലെന്നതാണ് സത്യം. ATMകളുടെ സുരക്ഷയ്ക്ക് ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ നടപടി ആവശ്യമായി വന്നിരിക്കുകയാണ്. സൈബർ സെല്ലും ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. ബാങ്കുകളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് രാജ്യത്തെ അപകടപ്പെടുത്തുക തന്നെ ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന വയോജന ദിന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ അനുബന്ധ സംഘടനകളും തീരുമാനിക്കുമ്പോൾ സർവദേശീയമായി തന്നെ വയോജനങ്ങൾക്ക് ചില പ്രത്യേകമായ പ്രശ്നങ്ങളുണ്ട് എന്ന തിരിച്ചറിവിലാണ്. ആ പ്രശ്നങ്ങൾക്കൊക്കെയാണ് എന്ന് PV കരുണാകരൻ യോഗത്തിൽ അധ്യക്ഷനായി. VP കൃഷ്ണപൊതുവാൾ, അച്യുതൻ പുത്തലത്ത്, നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ J മനോജ് ആരോഗ്യ ക്ലാസ് എടുത്തു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ചൈനീസ് മുട്ടകൾ പയ്യന്നൂരിലെ വിപണിയിലും എത്തിയിരിക്കുന്നു. കരിവെള്ളൂർ തെക്കേ മണക്കാട്ടെ കുത്തൂർ രാമചന്ദ്രൻ പയ്യന്നൂരിലെ കടകളിൽ നിന്ന് വാങ്ങിച്ച മുട്ടകൾ ചൈനീസ് മുട്ടകൾ. ചൈനീസ് മുട്ടകൾ എന്ന് നമ്മൾ കേട്ടിട്ടേയുള്ളൂ. ഈ വലിയ അപകടം നമ്മുടെ മുറ്റത്തും എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കരിവെള്ളൂരിലെ കുത്തൂർ രാമചന്ദ്രൻ പയ്യന്നൂരിലെ ഒരു കടയിൽ നിന്നും 12 നാടൻ മുട്ടകൾ വാങ്ങിയത്. വീട്ടിലെത്തി പുഴുങ്ങിയപ്പോഴാണ് അപകടം മനസ്സിലാകുന്നത്. ഇവ മനുഷ്യ ശരീരത്തിൽ ചെന്നാൽ വലിയ രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അതിൽ രണ്ടും പ്ലാസ്റ്റിക് പോലെയായിരുന്നു. അതിൻ്റെ വെള്ള എന്ന് പറയുന്നത് വെറും പ്ലാസ്റ്റിക് പോലെയായിരുന്നു. മഞ്ഞ ഫുൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഓരോന്ന് മാറ്റി വെച്ച് നമ്മളോട് നോക്കി കുറേ മുട്ടകൾ വീണ്ടും രണ്ട് മൂന്ന് നോക്കുമ്പോൾ എല്ലാം ഒരേ അവസ്ഥയായിരുന്നു. എല്ലാം മുട്ട മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് മുട്ടയായിരുന്നു. ഈ മുട്ടകൾ പച്ചയ്ക്ക് തന്നെ തോട് പറിച്ചെടുക്കാമെന്നതും തിരിച്ചറിയാനൊരു മാർഗമാണ്. പൊളിച്ചാൽ ഒറ്റനോട്ടത്തിൽ വെള്ളയും മഞ്ഞയുമുള്ള ഭാഗങ്ങളാണ് ഉള്ളിലുള്ളത്. ഒരു തരത്തിലും ഇത് തിരിച്ചറിയാൻ കഴിയില്ല. ഏതായാലും മുട്ടകൾ വിപണിയിൽ നിന്ന് വാങ്ങുന്നവർ സൂക്ഷിക്കുക. ഒരുപക്ഷെ ഇത്തരം മുട്ടകളാകും നിങ്ങളെയും കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. NREG എംപ്ലോയീസ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് തല കൺവെൻഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. പെരിങ്ങോം ഏരിയ പ്രസിഡന്റ് ഉഷ P ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ ആദ്യത്തെ മീറ്റ് ഞാനായിരുന്നു. 10ാം വാർഡിലെ മീറ്റായിട്ട് പണിയെടുക്കുന്നു. ഇതിൽ സെക്രട്ടറിയുടെ കീഴിൽ തന്നെ മീറ്റായിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം കൃത്യമായിട്ട് ആദ്യമായിട്ട് തുടങ്ങിയത് 10ാം വാർഡിൽ തന്നെയാണ്. സംസ്ഥാനതലത്തിൽ മഹാത്മാഗാന്ധി NREGS പ്രവൃത്തി നടത്തിപ്പിന് ഏകീകരണം വേണമെന്ന് ബ്ലോക്ക് കൺവെൻഷൻ പ്രമേയമായി ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം സരിതായു പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം CV രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഹുൽ KR സ്വാഗതം ആശംസിച്ചു. പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാടായി പഞ്ചായത്തിലെ ചൂട്ടാട് അംഗൻവാടി കുട്ടികൾക്ക് കളിക്കോപ്പ് വിതരണവും ശുചീകരണ പ്രവൃത്തിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം M സുഹറാബി ഉദ്ഘാടനം ചെയ്തു.
എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ NSSന്റെ കുട്ടികൾ നമ്മുടെ വാർഡ് ദത്തെടുത്താൽ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട കടമ നമ്മുടെ ഭാഗത്ത് ഉള്ളതാണ്. ഒരു മെമ്പർ മാത്രം വിചാരിച്ചാൽ സാധിക്കുകയില്ല. അതുകൊണ്ട് മെമ്പറെ കൂടെ നിന്ന് NSSന്റെ കുട്ടികളെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഓരോ വാർഡിന്റെ ഓരോ ആൾക്കാരുടെയും കടമയാണ്. മാടായി ഗ്രാമപഞ്ചായത്തിലെ ചൂട്ടാട് 17-ാം വാർഡ് ദത്ത് ഗ്രാമമായി ഏറ്റെടുത്ത് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അൽഹുദ പുതിയങ്ങാടി, ഫാൽക്കൻ ചൂട്ടാട് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. M ഗഫൂർ അധ്യക്ഷത വഹിച്ചു. നവാസ്, സന്തോഷ് കുമാർ, ജുനൈദ്, നബീൽ, ആബിദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഡിസംബർ ആദ്യവാരത്തിൽ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 14ാമത് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ടോപ്പ് ഫോമിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഏതൊക്കെ നിലയിൽ കുറെ കൂടി ആകർഷകവും കുറെ കൂടി കാണികൾക്ക് ആസ്വാദ്യകരവുമായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രാരംഭ ആലോചനകളിൽ വന്നിട്ടുണ്ടാവും. അതിവിടെ അവതരിപ്പിക്കും. KV രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായി. PV കുഞ്ഞപ്പൻ, K രാഘവൻ, KK കൃഷ്ണൻ, T വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. T വിശ്വനാഥൻ ചെയർമാനായും KV രവീന്ദ്രൻ കൺവീനറായും 105-അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് ഓലയമ്പാടി കുടുംബശ്രീ ADS വാർഷികാഘോഷം പെരുവാമ്പ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടുകൂടി നടന്നു. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കുടുംബശ്രീയുടെ 18ാം വാർഷികത്തിന്റെ ഭാഗമായി ഓലയമ്പാടി കുടുംബശ്രീ ADSന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. പെരുവാമ്പ ജംഗ്ഷനിൽ നിന്നും ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടുകൂടി ആരംഭിച്ച ഘോഷയാത്രയോടുകൂടിയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു. മലബാർ മേഖല അൺഎയ്ഡഡ് സ്കൂൾ അസോസിയേഷൻ ഉദ്ഘാടനം ഞായറാഴ്ച മാടായിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അതുകൊണ്ടാണ് അതിനെ മലബാർ റീജിയണൽ അൺഎയ്ഡഡ് സ്കൂൾസ് അസോസിയേഷൻ എന്ന് പേര് കൊടുത്തത്. ഇതിലെ അംഗങ്ങൾ വിദ്യാലയങ്ങളാണ്. ഒരു സ്കൂളാണ് ഈ അസോസിയേഷൻ്റെ ഒരു അംഗം, റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്സ് മാനേജർ ഓർ പ്രിൻസിപ്പൽ. ഇടയ്ക്കിടെ അവരുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും മലബാർ മേഖലയിലെ സ്വകാര്യ വിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിനായാണ് മലബാർ മേഖല അൺഎയ്ഡഡ് സ്കൂൾ അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കലാ, കായിക, ശാസ്ത്ര, വിദ്യാഭ്യാസ രംഗത്തെ കഴിവ് മെച്ചപ്പെടുത്തുക എന്നതാണ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നത്. അസോസിയേഷൻ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത് നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രശ്നോത്തരിയും സംഘടിപ്പിക്കുന്നു. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ PP കരുണാകരൻ മാസ്റ്റർ, ഉദിനൂർ സുകുമാരൻ, KV നാരായണൻ, MK രാജീവൻ, C ഭാസ്കരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മുൻ മന്ത്രിയും മുൻ DCC പ്രസിഡന്റുമായ N രാമകൃഷ്ണന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഓർഗനൈസേഷൻ പയ്യന്നൂരിൽ അനുസ്മരണ യോഗം നടത്തി. RDMV വാട്സ്ആപ്പ് കൂട്ടായ്മ കാറമേൽ വെള്ളൂരിൽ സ്ഥാപിച്ച ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ സാമൂഹ്യദ്രോഹികൾ കഴിഞ്ഞ ദിവസം നശിപ്പിച്ചു. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒക്ടോബർ 1 ലോക വയോജന ദിനം. പ്രേക്ഷക പ്രതികരണങ്ങൾ. ഇത് ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം വയോജനങ്ങളുടെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ബോധവൽക്കരണം തന്നെ കുടുംബങ്ങളുടെ ഇടയിൽ
നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് എല്ലാ സ്ഥലത്തും ബസ്സിലായാലും മറ്റു സ്ഥലത്തായാലും അവഗണിക്കപ്പെടുന്ന ഈ വയോജനങ്ങൾക്ക് വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പ്രായം ഇല്ലാത്ത ചെറുപ്പക്കാരോട് ഒരപേക്ഷയാണ്, അവരെ കണ്ടാൽ ബഹുമാനിക്കണം, അവരോട് ക്ഷമ കാണിക്കണം, അവരെ വന്ദിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വയോജനത്തിൽ പറയാനുള്ളത്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മളെ വേണ്ടെങ്കിലും ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സമൂഹത്തിന് നമ്മളെ ആവശ്യമുണ്ട്. വൃദ്ധജനങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്താണ്? അവരുടെ ശാരീരിക അധ്വാനമല്ല, അവരുടെ മാനസികമായ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ മറ്റ് അനുഭവങ്ങൾ, പരിചയസമ്പന്നത, ഇതൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഭാവിയിലേക്ക് മുതൽക്കൂട്ടാക്കി എടുക്കാവുന്നത്. പാവപ്പെട്ടവരോടൊത്ത് പാവപ്പെട്ടവരോട് കൂടി ജീവിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം. അവർക്ക് വേണ്ടി ജീവിക്കുക, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നില്ല. അപ്പോൾ അവരോടൊപ്പം ജീവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി സേവനം ചെയ്യുക, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ ഞങ്ങളിലൊരാളായി അവരെ കാണുക, അവർക്ക് വേണ്ടി ഭക്ഷണവും വസ്ത്രവും മരുന്നും എല്ലാം കൊടുത്ത് അവരെ സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ കടമ. ഇന്ന് ഈ ദിനത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇവരോടൊപ്പം ആയിരിക്കുന്നതും ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നല്ല പ്രവൃത്തികൾക്കും വളരെ സംതൃപ്തിയാണ്, സന്തോഷമാണ്. പ്രായമായവർ വീടിനും സമൂഹത്തിനുമൊക്കെ ഭാരമാകുന്നു. അവരെ നടതള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അതിനെതിരെ സമൂഹ മനസാക്ഷിയും നമ്മുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലമൊക്കെ വെച്ചുകൊണ്ട് ഇത്തരം ഒരു വിപത്തിനെതിരെ ഉള്ള പോരാട്ടത്തിനുള്ള മനസ്സിൻ്റെ ഒരുക്കമാവണം വയോജനം. കുറേ ദിനങ്ങളിലൊന്നായി അതിനെ മാറ്റാതെ അതിനുമപ്പുറം സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്ന ഈ നമ്മുടെ മുതിർന്ന ആളുകളെക്കുറിച്ചുള്ള, അവരാണ് സമൂഹത്തിൽ മുതിർന്നവർ എന്നതാണ് വയോജനം എന്ന് വിളിക്കുന്നതിനേക്കാളേറെ അവർ എല്ലാ ആദരവുകളും നൽകേണ്ട നമ്മുടെ മാതാപിതാക്കളെ പോലെ, അതല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ആളുകളെ പോലെ അവർക്ക് ഏറ്റവും ആദരവുകൾ നൽകാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറിയിപ്പുകൾ. കൊടക്കാട് പിലാക്ക തറവാട് കുടുംബസംഗമം ഒക്ടോബർ 2 കൊടക്കാട് കുടുംബ വീട്ടിൽ നടക്കും. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1982 SSLC ബാച്ച് സംഗമത്തെക്കുറിച്ചുള്ള ആലോചനാ യോഗം ഒക്ടോബർ 2 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് 9447180510 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പയ്യന്നൂർ ശ്രീ വെള്ളാരങ്ങര ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ഒക്ടോബർ 2 ഞായറാഴ്ച വൈകിട്ട് 3:30 നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒക്ടോബർ 1 വയോജന ദിനം. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാഘോഷ പരിപാടികൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് UDF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. പയ്യന്നൂർ ഇനി വിശപ്പില്ലാത്ത നഗരം. വിശപ്പ് രഹിത പദ്ധതി പ്രവൃത്തി പഥത്തിൽ. ATM കവർച്ച പതിവാകുമ്പോഴും മിക്ക ATMകൾക്കും വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട് അധികൃതർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കണ്ണൂർ ജില്ലാ യുവജന റാലിയും സംഗമവും പയ്യന്നൂരിൽ നടന്നു. ഈ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.